അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും അതിപ്രധാനമായ ഒരു അമൽ ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ദിക്ർ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ദിക്റിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ടാകും. കാരണം നമ്മൾ ഓരോരുത്തരുടെയും, ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. നൂറ് പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങളുമായി കഴിയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഒരു ആത്മീയമായ പരിഹാരമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ. വിശുദ്ധമായ മുഹറം മാസമാകുമ്പോൾ പഴയകാല ഉസ്താദുമാരും മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളും എല്ലാവരും ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്റായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു ദിക്റാണല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഈ ഒരു ദിക്ർ എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയണമെന്ന് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും മഹത്തുക്കളും നമുക്ക് പഠിപ്പിച്ച് നൽകാനുള്ള കാരണം? ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ഈ ദിക്റിൻ്റെ അർത്ഥം എന്താണ്? ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന വലിയ കൂലി, വലിയ പ്രതിഫലങ്ങൾ, അതൊക്കെ ഏതെല്ലാമാണ് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ആദ്യമായി പറയട്ടെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ വാചകം ഇതൊരു ദിക്റായി നമുക്ക് പറയാം, ഇതൊരു തസ്ബീഹായി നമുക്ക് പറയാം, അതുപോലെ ഇതൊരു ദുആയായി നമുക്ക് പറയാം. അതുപോലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുമാണ്. അപ്പോൾ ആയത്തോതിയ കൂലിയുണ്ട്, ദിക്ർ പറഞ്ഞ കൂലിയുണ്ട്, തസ്ബീഹ് പറഞ്ഞ കൂലിയുണ്ട്, ദുആ ചെയ്ത കൂലി. ഒരു പ്രാവശ്യം നമ്മളിത് പറഞ്ഞാൽ 4 പ്രതിഫലമാണ് ആദ്യം അള്ളാഹു നൽകുക. അപ്പോൾ ഒരായത്ത് ഒരു പ്രാവശ്യം ഓതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് 4 പ്രതിഫലങ്ങളാണ്. എന്തുകൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദിക്ർ പറയാനുള്ള കാരണം? ഇതിൻ്റെ സന്ദർഭം എന്താണ്? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പ്രവാചകത്വം കൊടുത്ത് പ്രബോധനത്തിന് വേണ്ടി അയച്ചത്. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നപ്പോൾ വലിയ താന്തോന്നികളായ, ധിക്കാരികളായ, പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ആ നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ച പണി 18 നോക്കിയിട്ടും വളരെ തുച്ഛമായ, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ബാക്കി എല്ലാവരും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ തുടങ്ങി, കല്ലെറിയാൻ തുടങ്ങി. മഹാനവറുകൾക്ക് ഭയങ്കര വിഷമമായി, സങ്കടമായി. അദ്ദേഹം എന്തു ചെയ്തു? അവസാനം ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞൊരൊറ്റ പോക്കാൻ. അള്ളാഹുവിൻ്റെ തീരുമാനമില്ലായിരുന്നു. പോയി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. കപ്പലിലാണ് പോകുന്നത്. കപ്പലിൽ പോകുമ്പോൾ കപ്പലിങ്ങനെ ആടി ഉലയുന്നു. ആളുകൾ പറഞ്ഞു, ഒരാൾ നമുക്ക് ഈ കപ്പലിൽ നിന്നും പുറത്താക്കിയാൽ നമ്മുടെ കപ്പൽ നേരെയാകും. ആളുകൾ നറുക്കിട്ട സമയത്തൊക്കെ പേര് വരുന്നത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്. അവസാനം ആളുകൾ എല്ലാവരും ചേർന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിൽ വലിച്ചെറിഞ്ഞ സമയത്ത് അല്ലാഹു തആല ഒരു മത്സ്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മത്സ്യം വന്ന് മഹാനവറുകളെ വിഴുങ്ങി എന്നാണ്. ആ മത്സ്യം മഹാനവറുകളെ വിഴുങ്ങുന്നത് ദുൽഹിജ്ജ മാസം 1-ാം തീയതിയാണെന്നാണ്. 40 ദിവസം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്ന് തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 40 ദിവസവും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നെഞ്ചുപൊട്ടി പറഞ്ഞ, ചങ്ക് പിടഞ്ഞ് പറഞ്ഞ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുന്നത് മുഹറം മാസം 10-ാമത്തെ ദിവസമാണ്. ഈ 40 ദിവസവും ഈ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ഇങ്ങനെ അധികരിപ്പിച്ചു. ഇങ്ങനെ ഉറക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഈ ദിക്റിന്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് തഫ്സീറുർ റാസിയിലും മറ്റ് തഫ്സീറുകളിലും ഈ ചരിത്രം വിശാലമായി നമുക്ക് കാണുവാൻ സാധിക്കും.
ഇനി ഈ ഒരു ദുആഇൻ്റെ ഈ ഒരു ഖുർആൻ ആയത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് യൂനുസ് നബി പറഞ്ഞു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ മറുപടി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു ദിക്റുണ്ടല്ലോ, അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്റാണോ അതോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസവും മാറുമോ? നബി തങ്ങൾ പറഞ്ഞത്, ലോക അവസാനം വരെ ഏതെല്ലാം മുസ്ലിം വരുന്നോ അവന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിൽ നിന്നുള്ള സംരക്ഷണ കവചമാണ് ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഈ ഒരു ദുആ, ഈ ഒരു ഖുർആൻ ആയത്ത്. ഈ ഒരു ദിക്ർ നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതുപോലെ വളരെ അത്ഭുതകരമായ, നമ്മളൊക്കെ ഒരിക്കലും മാറൂല്ല, ഒരിക്കലും ഇതൊന്നും തീരൂല്ല എന്ന് നമ്മൾ കരുതിയ മല പോലെ ഉയർന്നു നിൽക്കുന്ന, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധിയും പടച്ചവൻ മാറ്റിത്തരുന്ന അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്, ഒരു ദുആയാണ്, ഒരു ഖുർആൻ ആയത്താണ് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത്. ഇതൊരു ഖുർആൻ ആയത്താണെങ്കിൽ പോലും എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നിസ്കാരമില്ലാത്ത സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്കിത് പാരായണം ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് മുഹറം 1 to 10 വരെയുള്ള ദിവസങ്ങളിലാണ്. കാരണം 10ാമത്തെ ദിവസമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അധികരിപ്പിച്ച് പറഞ്ഞാൽ ഊരാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. ഊരാ കുടുക്കുകൾ, ഇനി ഒരു രക്ഷയില്ല, ഞാൻ പെട്ടുപോയി എന്ന ആ സന്ദർഭത്തിൽ നിന്നും അള്ളാഹു തആല രക്ഷ നൽകും. കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ അങ്ങനെ കള്ളക്കേസുകളിൽ പെട്ടുപോവാതിരിക്കാൻ, അതുപോലെ തന്നെ ജയിലിൽ നിന്നും മോചനം കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു അത്ഭുതം നിറഞ്ഞ ദിക്റാണ്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും മാറാൻ, കുടുക്കുകളിൽ നിന്നും മാറാൻ ഈ ഒരു ദിക്ർ പര്യാപ്തമാണ്. ഇനിയോ രോഗിയായ ആളുകൾ ഈ ഒരു ദിക്ർ ഒരു ദിവസം 40 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രോഗം അല്ലാഹു ശിഫയാക്കും. അവൻ്റെ രോഗം ശിഫയാകുന്നതോടൊപ്പം അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. ഇനിയോ മറദുൽ മൗത്താണ്, അതായത് മരണം അല്ലാഹു വിധിച്ചിട്ടുണ്ട് ഈ രോഗത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ ആ രോഗത്തിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ ഈ ദിക്ർ പറഞ്ഞവനാണെങ്കിൽ ശുഹദാക്കളുടെ പട്ടികയിൽ അല്ലാഹു പെടുത്തുന്നതാണ്. ഇനി എൻ്റെ ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഉമ്മമാർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം. ഉസ്താദേ, എപ്പോഴും പ്രയാസമാണ്, സങ്കടമാണ്, ഭർത്താവിനെ കൊണ്ട് ഭർത്താവ് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാർ. കാരണം അവരുടെ മോശപ്പെട്ട സ്വഭാവം കാരണത്താൽ ഈ ഭർത്താക്കന്മാരുടെ സ്നേഹമില്ലായ്മയും ഭർത്താക്കന്മാരുടെ ദുസ്വഭാവവും ഒക്കെ മാറാൻ എല്ലാ ഭാര്യമാരും എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 11 പ്രാവശ്യം വലത്തെ കൈ നെഞ്ചിൽ വെച്ച് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറയാൻ മറന്നു പോകരുത്. ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ ഭർത്താക്കന്മാരും ഈ ഒരു ദിക്ർ പതിവാക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും 11 വട്ടം. ഇനിയോ കടങ്ങളുള്ള ആളുകളുണ്ട്, ലക്ഷങ്ങൾ രൂപ കടമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ കടം കൊടുത്തത് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കും ഈ ദിക്ർ പതിവാക്കിയാൽ വലിയ ഗുണമുണ്ട്. പിന്നെയോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ, ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹദിയയാണ് ഈ ഒരു ദിക്ർ. ഈ ഒരു ദിക്ർ കുറച്ച് പ്രാവശ്യം, ഒരു 100 പ്രാവശ്യമോ അല്ലെങ്കിൽ 200 പ്രാവശ്യമോ 300 പ്രാവശ്യമോ ഒക്കെ ചൊല്ലിയിട്ട്, പടച്ചോനെ ഞാൻ ചൊല്ലിയ ഈ ദിക്റിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക്, എൻ്റെ വാപ്പാക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അവർക്ക് അല്ലാഹു തആല ആ കൂലി കൊടുക്കുമെന്നാണ്. ഇനിയോ ഗർഭിണികളായ ഉമ്മമാർ അവരുടെ സുഖപ്രസവത്തിനായി എല്ലാ ദിവസവും 19 പ്രാവശ്യം ഈ ഒരു ദിക്ർ പറയാൻ ശ്രമിക്കുക. ഈ ഒരു ദിക്ർ മുടങ്ങാതെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് സുഖപ്രസവമുണ്ടാകും. അതുപോലെ തന്നെ ആ ജനിക്കുന്ന കുട്ടിയിൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും നൽകുന്നതാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. പിന്നെയോ കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ആത്മാർത്ഥമായി പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പുറത്തു കൊണ്ടുപോവുക, അതുപോലെ കല്യാണത്തിന് കൊണ്ടുപോവുക, യാത്രകളിൽ കൊണ്ടുപോവുക. കാരണം ആരുടെ മനസ്സാണ് എന്താണ് പറയുക എന്ന് നമുക്ക് തിരിയില്ലല്ലോ.
കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ, കൊതി തട്ടാതിരിക്കാൻ, നാവ് കൊണ്ട് പറയുന്ന ദോഷം തട്ടാതിരിക്കാൻ ഈ ദിക്ർ പതിവായി പറഞ്ഞ് കുട്ടികളെ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലോ ശരീരത്തോ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയാൽ മതി. പിന്നെയോ കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകളാണ് 25 വർഷമായി 30 വർഷമായിട്ടും ഇപ്പോഴും അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണല്ലോ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു ദിക്ർ ആ ഭർത്താവും ഭാര്യയും നിങ്ങൾ നിത്യമായി ഇത് പറയുക ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെയോ മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ മാറും. ഈ ദിക്ർ നിങ്ങൾ നല്ല നിയ്യത്തിൽ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറണേ പടച്ചോനെ എന്ന് പറഞ്ഞ് നല്ല നിയ്യത്തിൽ ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാകും. ഇനിയോ നമുക്ക് ദുന്യാവിലും നാളെ ആഖിറത്തിലും, ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകും. പ്രത്യേകിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. പിന്നെയോ നമ്മുടെ റിസ്ക്കിൽ അല്ലാഹു വിശാലത നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, 5 കാര്യങ്ങളാണ്. ഇതിലൊക്കെ അല്ലാഹു തആല വിശാലത നൽകുന്നതാണ്. ഒരു തട്ടലും മുട്ടലും ഉണ്ടാവില്ല. ഇനിയോ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് തട്ടിപ്പോവാതെ നിലനിന്ന് കിട്ടുമെന്നാണ്. നമുക്ക് മക്കൾ അനുഗ്രഹമാണ്, നമ്മുടെ കച്ചവടം അനുഗ്രഹമാണ്, നമ്മുടെ വീട് അനുഗ്രഹമാണ്. ഇതൊക്കെ നിലനിന്ന് കിട്ടും, നഷ്ടപ്പെട്ടു പോവില്ല ഈ ദിക്ർ പതിവാക്കുന്നവർ. അതുപോലെ അവസാനത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിന്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറഞ്ഞു തരുന്നത് ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള വലിയ കാവലാൻ. അതാണല്ലോ വേണ്ടത്. ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള വലിയ കാവൽ അല്ലാഹു തആല ഈ ദിക്ർ പറയുന്നവർക്ക് കൊടുക്കുമെന്നാണ്. ഒരുപാടുണ്ട്. ഓരോ കിതാബും നോക്കിയാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക. എന്താണ് ഈ ഒരു ദിക്റിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹനല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ ഞാൻ അക്രമകാരികളിൽ പെട്ടു, ഞാൻ ഒരു വലിയ കൊടുംപാപങ്ങളൊക്കെ ചെയ്ത ആളാണ്. നീയാണ് ഏറ്റവും ഉന്നതൻ, നീ ഏറ്റവും പരിശുദ്ധനായ ആളാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒരു 200 പ്രാവശ്യം ഒന്നിച്ച് പറഞ്ഞ് നമുക്ക് അവസാനം ദുആരക്കാം. മല പോലെ പൊങ്ങി നിൽക്കുന്ന, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന എന്ത് വലിയ പ്രതിസന്ധിയും മാറാൻ പറ്റിയ ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായി ഈ ദിക്ർ പറയാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ
إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله
إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله
إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله
إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك
ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ദിക്റിന്റെ മജ്ലിസിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ കമന്റുകളിലൂടെ ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവരെല്ലാവരുടെയും ദുആയിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹു. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ ഭാര്യ സന്താനങ്ങളെ എല്ലാവരെയും, ഭർത്താക്കന്മാരെ എല്ലാവരെയും നീ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും അസുഖങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഷിഫാ നൽകണേ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും കാമിലായ ഷിഫാ നീ നൽകണേ കടങ്ങൾ മാറ്റണേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ വിവാഹപ്രായമെത്തിയവർക്ക് ഇണകളെ നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, അതുപോലെ പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. എല്ലാവിധ അസുഖങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ സലാമത്ത് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഭരണാധികാരിയുടെ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.